ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിൽ ചെറുതായിട്ട് പ്ലംബിംഗ് വർക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഉണ്ടോ. അതായത് നമുക്ക് ആർക്കും വേണമെങ്കിലും പ്ലംബിംഗ് ചെയ്യാമെന്നുള്ളതല്ല, നമുക്ക് ചെറുതായിട്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു ടാപ്പ് എടുക്കാനോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇവിടെ നിന്ന് വേറെ കണക്ഷൻ വേറെ ടാപ്പ് കണക്ഷൻ എടുക്കാനുള്ള ചെറുതായിട്ടൊരു പ്ലംബിംഗ് വർക്കാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്കും ചെറുതായിട്ട് പ്ലംബിംഗ് ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ചാനലുകളെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ഫുള്ളായി കാണുക കേട്ടോ. ശരി, ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ ഫിറ്റിങ്സ്. ഒരു പൈപ്പും ബാക്കി അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ടീയും എൽബോ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് വന്നിട്ട് ബാത്റൂമിൻ്റെ ലൈനിലേക്ക് ഔട്ട് സൈഡിലേക്ക് ബാത്റൂമിലേക്ക് ഒരു ടാപ്പ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ പരിപാടി. അപ്പോൾ അത് നമ്മുടെ ടാങ്ക്, അതായത് വീട്ടിൻ്റെ മേലുള്ള അപ്സ്റ്റെയറിന് മേലെന്ന് വരുന്ന ടാങ്കിൻ്റെ പൈപ്പ് ലൈനാണ്. ആ പൈപ്പ് ലൈനാണ് ബോർ പൈപ്പ് ലൈനാണ്. സെപ്പറേറ്റ് ഓൾറെഡി നമ്മുടെ ബാത്റൂമിൽ അതുണ്ടോ, ഇതാണ് പൈപ്പ് ലൈന്. അപ്പുറത്തുള്ളത് നമ്മുടെ വാട്ടർ അതോറിറ്റിൻ്റെയാണ്. ഇത് സെപ്പറേറ്റ് കണക്ഷൻ എടുക്കാനുള്ള പ്ലാൻ കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക നോക്കുന്നത്. സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്ത ശേഷം ഒരു ടീ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറിൻ്റെ പശയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കുഞ്ഞ് പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഉപകരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടർച്ചയായി കാണുക. അപ്പോൾ ടീ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം വന്നിട്ടില്ല. പരമാവധി വെള്ളം ഫുള്ളായി പൈപ്പ് കളഞ്ഞിട്ട് മാത്രം പൈപ്പ് ഫിറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് കുറേ നേരം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്നിട്ടും ചെറുതായിട്ട് വെള്ളം ഒറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഒറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പശ അത്രയ്ക്ക് ഒട്ടാൻ സാധ്യത കമ്മിയാണ് കേട്ടോ, ഉള്ളത് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം തുടച്ചെടുത്തിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ടീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് പൈപ്പ് ലൈനിലേക്ക് ഔട്ട് സൈഡിലുള്ള ബാത്റൂമിലേക്ക് കണക്ഷൻ കൊണ്ടുപോകേണ്ടത്. അപ്പം ഔട്ട് സൈഡ് ഓൾറെഡി വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് നമ്മുടെ ടോയ്ലറ്റിലുണ്ട്. പക്ഷേ അത് നമുക്ക് മീറ്ററുള്ള പൈപ്പാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും നല്ല ബില്ലാണ് വരുന്നത് വാട്ടർ അതോറിറ്റിൻ്റെ അല്ലേ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബോറിന് കൊണ്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കൈയും കാലം കഴുകാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസിങ് ആയി പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അരേഞ്ച് പൈപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ പൈപ്പും അരേഞ്ച് പൈപ്പ് തന്നെ എടുക്കാറുള്ളത്. അത് നമ്മൾ പൈപ്പ് അടിയിൽ കൂടെ പോകുന്ന പൈപ്പ് ആയതുകൊണ്ട് കുറച്ച് നല്ല അത്യാവശ്യം തിക്നെസ്സുള്ള പൈപ്പ് സെലക്ട് ചെയ്തത് സുപ്രീമിൻ്റെ തന്നെ കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായി ഗമ്മൊക്കെ തേച്ച് കൊടുത്തിട്ട് അത് ഇത്രയും കട്ടിങ് വരുന്നത് നമ്മൾ 2 വീലറിലാണ് പൈപ്പ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് 10 അടി പൈപ്പ് ഒരു 5 അടി 50 ലെങ്ത്തിൽ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണക്ടർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത ശേഷം ഒന്നും കൂടി ഗമ്മ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ 1 അടി പോകുന്നതല്ലേ, നമുക്ക് ഇനി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അത് ലാസ്റ്റ് സിമെൻറ്റ് പാക്ക് ചെയ്യണം. അതിന് വേണ്ടിയാണ് അതിപ്പോൾ സെപ്പറേറ്റ് അതിന് വേണ്ടി ചാല വെട്ടി വരും. നമ്മൾ എല്ലാവരും കണക്ടർ യൂസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ പശ പിടിക്കാനായിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തേച്ചിട്ട് സൈഡൊന്നൊക്കെ ജസ്റ്റ് മാക്സിമം ബ്ലേഡ് കൊണ്ടുവന്നിട്ട് ക്രാക്ക് ചെയ്ത് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും, പൈപ്പ് തെന്നി പോകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത് കേട്ടോ. ഫുള്ളായിട്ട് അവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ട് വരുന്നത്. അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഔട്ട് സൈഡിലുള്ള ടോയ്ലറ്റിൻ്റെ അടുത്ത് എത്താറായി. അവിടെ നിന്നൊരു എൽബോ ഇട്ടിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. പ്ലംബിങ് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാമെന്ന് ഞാൻ പറയില്ല. നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതായത് ഏത് വർക്കാണെങ്കിലും അതായത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലയെന്നല്ല, എന്നാലും അവൻ്റെ അത്രയ്ക്ക് വരില്ല കേട്ടോ. അന്നേരം നമ്മൾ അത്യാവശ്യം നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടെക്കും ഫിഷിൻ്റെയും എല്ലാം കൂടെ ഓൾറെഡി ആയിട്ടുള്ള മിസ്സിങ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലൊന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ എത്തി കേട്ടോ. ഇതിപ്പോൾ ടോയ്ലറ്റിൻ്റെ ചുമരാണ്, പഴയ ടോയ്ലറ്റാണ്. അതിൻ്റെ അവിടെ ചുമരിൻ്റെ അടുത്ത് അവിടെ നിന്നൊരു നമ്മളൊരു എൽബോ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അവിടെ നിന്നൊരു പൈപ്പ് മേലോട്ട് കണക്ട് ചെയ്തിട്ട് വാട്ടർ അതോറിറ്റി പൈപ്പ് ഉണ്ട് അവിടെ, അതിലേക്ക് നമ്മുടെ ബോറിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാനാണ് പരിപാടി കേട്ടോ. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി പൈപ്പ് ടോയ്ലറ്റിലോട്ടും ബാത്റൂമിലോട്ടും പോകുന്നത് ക്ലോസ് ചെയ്തിട്ട് അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാൾവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് അത് വാൾവ് ക്ലോസ് ചെയ്തിട്ട് ബോറിൻ്റെ പൈപ്പ് വെള്ളം നമ്മുടെ ഈ ഓൾറെഡി നമ്മൾ നേരത്തെ കൊടുത്ത വെച്ചിട്ട് കണക്ഷൻ ഉണ്ട്, ഏത് വാട്ടർ അതോറിറ്റിൻ്റെ ആ കണക്ഷൻ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ വെള്ളം കയറ്റാണ് പരിപാടി. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യം സമയത്ത് നമുക്ക് ബോറും ഉപയോഗിക്കാം, വാൾവ് തുറന്നു കഴിഞ്ഞാൽ പൈപ്പ് ഉപയോഗിക്കാം, വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് ഉപയോഗിക്കാം കേട്ടോ.
അതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാലം എഴുതാനൊക്കെ ആയിട്ട് നമുക്ക് ബോറിൻ്റെ യൂസ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടീ ഇട്ടിട്ട് ഇവിടുത്തെ അവിടെ കട്ട് ചെയ്യാനുണ്ട്. കട്ട് ചെയ്തിട്ട് താഴെ വന്നിട്ട് താഴെ വന്നിട്ട് അത് ക്ലോസ് ചെയ്തിടാൽ മതി. അതിൻ്റെ വാട്ടർ തൊട്ടിന് പൈപ്പിന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റായി. ഇതാണ് പരിപാടി കേട്ടോ. ഇവിടെ ഒരു ടീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീ ഇട്ട് കൊടുത്ത ശേഷം സെപ്പറേറ്റ് ഇത് ഓൾറെഡി നമ്മുടെ കണ്ട ഇതാണ് വാട്ടർ തൊട്ടിൻ്റെ പൈപ്പ്. ഈ ലൈന് നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓക്കെ ആയി. ഇപ്പോൾ നമ്മുടെ ബോറിൻ്റെ അപ്പുറത്തെ സൈഡത്തുള്ള റെഡി ആയിട്ടോ. അപ്പോൾ ഇതൊന്ന് ബ്ലോക്ക് ചെയ്ത ശേഷം മാത്രം അത് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത ശേഷം കറക്റ്റായിട്ട് ഇതൊന്ന് ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇതാണോ, ഇത് കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ പശ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടിങ് വെച്ചിട്ട് നമുക്ക് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടൈറ്റ് ചെയ്ത് കയറ്റാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം അത് ഒരേ ഭാഗത്തു കൂടെ വരുന്ന പോലെയാണ്. ഇവിടെ നമുക്ക് ഈ വാൾവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോർവില്ല വെള്ളത്തിൻ്റെ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ പൈപ്പ് ഈ ലൈനിലൂടെ കയറും. സെപ്പറേറ്റ് ഇനിയൊരു പൈപ്പ് ലൈൻ വേണ്ട കേട്ടോ. അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കുക. പക്ഷേ ഞാൻ എന്തിനാണ്, ഇപ്പോൾ ഓൾറെഡി പൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് കണക്ഷൻ. ഇതാ ലൈന് വരുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞില്ല പ്രൊഫഷണൽ പ്ലംബർമാരുടെ പോലെ വരില്ലെന്ന്. പിന്നെ സെപ്പറേറ്റ് നമ്മുടെ അപ്പുറത്തൊരു ഭാഗത്ത് അമ്പലമുണ്ട്. നമ്മുടെ ഒരമ്പലം, തറവാട്ട് അമ്പലത്തേക്ക് ജസ്റ്റ് അവിടേക്ക് ഒരു ലൈൻ വേണം പറഞ്ഞായിരുന്നു. ആ ലൈൻ കൊണ്ട് എടുക്കാനുള്ള പ്ലാനായി. എന്തായാലും ഇതുവരെ കൊണ്ടുവന്നല്ലേ. അപ്പോൾ അവിടെ ഒരു കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ടീ ഇട്ട് കൊടുത്തു. നമ്മൾ ഓൾറെഡി ഇതിൽ കൊണ്ട് നേരിട്ട് കൊണ്ട് കയറ്റിയ ലൈനാണ് കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് അതിനെ കട്ട് ചെയ്തിട്ട് പിന്നെ ടീ ഇട്ടു. ടീ ഇട്ടിട്ടാണ് പിന്നെ നമ്മുടെ തറവാട്ട് അമ്പലത്തേക്കായിട്ട് ഒരു പൈപ്പ് കണക്ഷനുള്ള അവിടേക്കും കൂടെ ഒരു ബോറിന് വെള്ളം വെളിയിലൊക്കെ കഴുകാനും പൂച്ചെടിയൊക്കെ നനയ്ക്കാനൊക്കെ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും. ഇത് മറ്റേതാകുമ്പോൾ നമുക്ക് നനയ്ക്കാനും കഴുകാനൊക്കെ നമ്മൾ ബില്ല് വരെ ഒന്ന് പേടിച്ചിട്ട് അത്ര ഉപയോഗിക്കാറില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ബോർവെല്ല് വെള്ളമാണ്, ഡയറക്റ്റായിട്ട് വരുന്നതാണ്, ടാങ്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ഇപ്പോൾ എടുത്തിട്ട് മതിലോട്ട് തൂക്കിയാൽ അവിടെ നിന്ന് മതിലുണ്ട്. മതിലിനുള്ളിൽ കൂടെ വേണം നമുക്ക് എടുക്കാൻ കണക്ഷനൊക്കെ. അപ്പോൾ അവിടെ കൊണ്ട് ഫുള്ളായിട്ട് എടുക്കാനാണ് പ്ലാൻ കേട്ടോ. ഇപ്പോൾ അതവിടെ ഒരു പെൻറ്റ് വരുന്നുണ്ട്. പെൻറ്റ് നമ്മൾ അതിൽ എൽബോ ഇട്ടിട്ട് തൂക്കാനാണ് പരിപാടി. ചെറിയൊരു എൽബം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മതിൽ ഫിറ്റായിട്ട് നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും. ഇതാകുമ്പോൾ ക്ലാമ്പ് ചെയ്ത് നിന്ന് നിർത്തി കഴിഞ്ഞാൽ കാണാൻ വൃത്തിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്നെ കൊണ്ടാകുന്ന പോലുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. അതിപ്പോൾ നമ്മൾ അപ്പുറം മതിൽ ഹോൾട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹോൾട്ട് ടൈറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള കണക്ഷനാണ്, ഉള്ളിലുള്ള കണക്ഷൻ. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ വാട്ടറിൻ്റെ പൈപ്പ് കണക്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഇത് സെപ്പറേറ്റ് ലൈൻ കേട്ടോ. മറ്റേത് മാത്രം നമ്മൾ ഉള്ളിലോട്ട് എടുത്താണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ലൈൻ എടുത്താണ് കേട്ടോ. അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെക്വെയറുമായിട്ട് അതിന് ശരി ടെക്വെയറുമായിട്ടും പ്ലംബിംഗ് ആയിട്ടൊക്കെ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ ചാനൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോയിൽ തിരിച്ചു വരാം.